ചിത്രരചനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് വരാം. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് മോഡലാണ്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഇതിവിടെ നമുക്ക് കുറച്ച് മലനിരകളും കുറച്ച് വെള്ളത്തിൻ്റെ ഏരിയ, പിന്നെ കുറച്ച് രണ്ട് മരങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമുക്കിതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ് തയ്യാറാക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇത്രയും സ്ഥലം നമുക്ക് പെൻസിൽ എന്ന മീഡിയം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻസൊക്കെ വരുന്ന മരങ്ങളുടെയും അതുപോലെ മലകളുടെയൊക്കെ പൊസിഷനൊക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബേസിക് ഡ്രോയിങ്ങിലേക്ക് വന്നിട്ട് നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും റെഡിയാകാം. പേപ്പറൊക്കെ നമുക്കെടുത്ത് ലാൻഡ്സ്കേപ്പ് മോഡല് പേപ്പറിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫോർഗ്രൗണ്ടിലുള്ള പോർഷനിൽ ഇങ്ങനെ നമുക്ക് ആ ലാൻഡ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഈ രണ്ട് സ്ഥലത്താണ്, ഏതാണ്ട് ഈ പോർഷനിലാണ് ആദ്യത്തെ മരം വരുന്നത്, രണ്ടാമത്തെ പോർഷൻ ഇവിടെയാണ് വരുന്നത്. ഈ മരം ഏതാണ്ട് ഇത്രയും ഹൈറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഇതും ഏതാണ്ട് ഈ പൊസിഷനിൽ ഇത്രയും ഹൈറ്റിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോർഗ്രൗണ്ടിലുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ ഒരു പേപ്പറിൻ്റെ ഏതാണ്ട് നടു ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി താഴെ ആണ് വാട്ടർ ഏരിയ കിടക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഒരു ചെരിഞ്ഞ് ഏരിയ ഇങ്ങനെ പോവാണ്. ഇവിടെ നമുക്ക് അത്ര വിസിബിൾ അല്ല, വാട്ടർ ഏരിയ മരം കാരണം ഇങ്ങനെ പോകും. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് വന്ന് നിൽക്കാവുന്ന രീതിയിൽ ഇങ്ങനെ മരം ചെരുവ്, അതിനകത്ത് ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ വശത്തേക്കും ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് മലനിരകൾ ഏതാണ്ട് ഇവിടം വരെ നിൽക്കും. നമ്മൾ റെഫറൻസിന് യൂസ് ചെയ്യുന്ന ഇമേജിന് എക്സാക്ട്ലി അതുപോലെ ഒന്നും തന്നെയല്ല ഇതിരിക്കുന്നത്, പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാർക്കിംഗ്. ഇനി ഇതിവിടെ നിന്ന് നമുക്കൊരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങിലേക്ക് പോകാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മരങ്ങളുണ്ട്. അത് നമുക്ക് അവസാനം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാം. അത് ആ ഷെയ്ഡിങ്ങും വരയ്ക്കലും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇവിടെ ദൂരെ നമുക്ക് നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ദൂരെയുള്ള കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ മരങ്ങൾ കുറച്ചും കൂടെ ഇതൊരു ഷെയ്ഡിങ്ങോടുകൂടെ തന്നെ അത് ഫിനിഷ് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം.
ഇത് സ്ക്രിബിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ലൈൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്ക്രിബിൾ ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെ ഒരു ഇതാണ്, അത് നമ്മുടെ ഒരു മനസ്സിലുണ്ടാകുക. ഇത് ഇങ്ങനെ ഓരോ പോർഷൻ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വരയ്ക്കുന്ന സ്ക്രിബിൾ ചെയ്യുന്ന രീതി വെച്ചിട്ട് നമുക്ക് ആ ഒരു മരത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ, ചിലപ്പോൾ നമുക്കിങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു ഇഫക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഡ്രോയിങ് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ആ ലൈറ്റും ഷെയ്ഡും എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്തത് അത് ഒരു സ്ക്രിബ്ലിങ്ങിൻ്റെ ഒരു ലൈനിങ് രീതിയിൽ സർക്കിൾസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്റ്റൈല് ഇതിന് പറഞ്ഞ സർക്കിൾസ് യൂസ് ചെയ്യുന്നു വരയ്ക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ആ ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സഹായകരമാണ്. കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ ഒരു സെയിം പാറ്റേൺ തന്നെ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയും പെർഫെക്ഷൻ പോവുകയും ചെയ്യും. അങ്ങനൊരു പ്രശ്നമുണ്ട് സെയിം സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ക്ഷമയോടുകൂടെ നമ്മൾ അവസാനത്തെ പോർഷനും ഷെയ്ഡ് ചെയ്യുന്ന തീർക്കുന്ന അത്രയും സമയം കോൺസ്റ്റൻ്റായിട്ട് ആ ഒരു താല്പര്യം നിലനിർത്തിക്കൊണ്ട് പോകണം. എന്നാലാണ് പലപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വരച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യം വരച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ തുടങ്ങുന്ന സ്ഥലത്തുണ്ടാകുന്ന ഒരു ബ്യൂട്ടി ചിലപ്പോൾ അവസാനിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ കാണാൻ ഉണ്ടാവില്ല. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്തു വരുവാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വരച്ച് പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിത്രവും വരച്ച് പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ചുവട്ടിലൊരു ചെറിയ മരം കൂടി ഉണ്ട്. നേരത്തെ പറഞ്ഞ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട്
ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അവസാനം വരെ ഒരേ ആ പവർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത പോർഷൻ സെയിം സംഭവം തന്നെയാണ്. പക്ഷെ ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യാതെ നമുക്ക് അടുത്തും കൂടെ ചെയ്യാം. ഇത് സർക്കിൾസ് ആണ് ഇങ്ങനെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ലീവ്സൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്ക് ആ ലൈറ്റ് കൂടുതലുള്ള പോർഷനിൽ ഇങ്ങനെ തിക്കായിട്ടുള്ള ലൈൻസ് യൂസ് ചെയ്ത്, അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ പേപ്പറിൽ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വരും. കുറച്ചും കൂടി എന്തോരം പെൻസിൽ പ്രഷറൈസ് ചെയ്യുന്നു അത്രമാത്രം ഡെപ്തിലേക്ക് നമുക്ക് ഈ ഷെയ്ഡിങ് കൊണ്ടുവരാൻ പറ്റും. എന്താണ് അതുകൊണ്ട് നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിൽപ്പെട്ട പെൻസിൽ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ പേപ്പറിൽ യൂസ് ചെയ്യുമ്പോൾ പേപ്പറിന് ഒരു റഫ്നെസ് ഉണ്ടാകണം. ഒരു അങ്ങനെ മിനുസമുള്ള പ്രതലത്തിൽ ചിലപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഇത്ര ഈസി ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ റഫ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പേപ്പറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ ആ ഒരു ടൈപ്പ് പേപ്പറാണ്. ഇതിനകത്തൊരു ചെറിയൊരു റഫ്നെസ് ഇതിൻ്റെ പ്രതലത്തിൽ നമുക്ക് ഫീൽ ചെയ്യും, ടെക്സ്ചർ ഫീൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഈ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മളുടെ റെഫറൻസ് ഇമേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട് തോന്നുന്ന 2 പോർഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഒരു ഫോർഗ്രൗണ്ട് ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും പുറകിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ കൈകളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ മുഴുവനും പെൻസിലിൻ്റെ ഷെയ്ഡ് ആകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ ചെയ്ത് തുടങ്ങാം. ഏറ്റവും പുറകിൽ കാണുന്ന മലനിരകൾക്കൊരു റഫ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളുടെ ഒരു ഫീൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മലനിരകളിൽ.
ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു ഫീലാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഇത്രയും നേരം നമ്മൾ ചെയ്ത രീതിയിലല്ല ഇനിയിപ്പോൾ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് മാത്രം യൂസ് ചെയ്യുകയാണ്. പക്ഷെ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഇപ്പം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കുറച്ചും കൂടെ അടുത്ത് ചെയ്ത മരങ്ങളുടെ ഒരു ചെറിയ മിനിയേച്ചർ ഫോംസ് ആയിരിക്കാം ഒരു പക്ഷേ ദൂരെ നിൽക്കുന്നത്. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് നിൽക്കുന്ന സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് നമ്മളും ആ ഒരു ഫീൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ദൂരെ ഉള്ള ആ മരങ്ങളുടെ സ്വഭാവത്തെ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക ചെയ്യുന്നത്. ഇതിനിടയിൽ കുറച്ചും കൂടി ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അതുപോലെ തന്നെ മരങ്ങളാണ്. നമ്മളിപ്പോൾ ക്ലോസ് ആയിട്ട് വരച്ച ടൈപ്പ് മരങ്ങളുടെ ഒരു ദൂരെയുള്ളൊരു വിഷ്വൽ ഇഫക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തു വയ്ക്കുന്നത്. ഇതിനിടയിലൊക്കെ ഇങ്ങനെ കുറച്ച് ലൈറ്റും ഷെയ്ഡും ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ താഴെയുള്ള പോർഷനിലൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളൊക്കെയുള്ള ഒരു മലനിര തന്നെയാണിത്. അത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡിങ് ചെയ്യാം. വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന മരങ്ങളുള്ള ഒരു കുറച്ച് ഏരിയയും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ വേറൊരു സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് മൊത്തം ഇതുപോലത്തെ മരങ്ങളുള്ള ഒരു ലാൻഡ്സ്കേപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡിങ് ആണ് ഇവിടെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇതിൻ്റെ എഡ്ജസൊക്കെ ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ടോപ്പൊക്കെ ഇങ്ങനെ ഷാർപ്പ് എഡ്ജഡായിട്ട് നിൽക്കുന്നു. ആ രീതിയിൽ തന്നെ ആ ഫിനിഷിങ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. നേരത്തെ പറഞ്ഞ നമ്മളുടെ ഒരു സെയിം കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോണോട്ടണസ് ഫീലിംഗ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ അവിടെയൊന്നും നമ്മളിങ്ങനെ ഇങ്ങനെ മടുപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ മൊത്തം ഒരു ബ്യൂട്ടിയെ അത് ഡെപ്തിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെയ്ഡിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ക്ഷമയോടുകൂടെ നമ്മളത് ചെയ്യണം. എങ്കിലാണ് ചിത്രത്തിൻ്റെ കംപ്ലീറ്റ് ഒരു പെർഫെക്ഷനിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഏരിയയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണക്കാക്കി വേണം ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ ചെറിയ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഏരിയയിലേക്ക് വരാം. അവിടെ നമുക്ക് കുറച്ച് ഡസ്റ്റ് യൂസ് ചെയ്യാം. നേരത്തെ ഷാർപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ ഡസ്റ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് വെള്ളത്തിൻ്റെ ഏരിയയിൽ കുറച്ചും കൂടെ നമുക്ക് ഇഫക്റ്റീവ് ആക്കാനായിട്ട് ഇത് സഹായിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അത് ആ രീതിയിൽ ഇവിടെ ഇങ്ങനെ ചെറിയ റിഫ്ലക്ഷൻസ് ഇങ്ങനെ ഇട്ടേക്കാം. നമുക്ക് ഇനി എൻ്റെ ഫോർഗ്രൗണ്ടിലുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. ഇവിടെ കുറച്ച് കല്ലുകളൊക്കെയാണ് കിടക്കുന്നത്. കുറച്ച് വെയിലൊക്കെ അടിച്ച് നല്ല റിഫ്ലക്ഷൻസ് ഒക്കെ കല്ലിലുണ്ട്, ഹൈലൈറ്റ്സ്. പുല്ല് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ അധികമൊന്നുമില്ല ചിത്രത്തിൽ, റെഫറൻസിലധികം ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും.
നമ്മൾ റെഫറൻസിലില്ലാത്തതാണ്, ഇതൊക്കെ നമ്മൾ ചുമ്മാ ആഡ് ചെയ്യുകയാണ്. സ്കൈ വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്കൈ ആണ്, പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു ഇഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം, അധികമല്ല രീതിയിൽ. എവിടെയെങ്കിലും നമുക്ക് വരകളുടെ കുറച്ചുകൂടി പെർഫെക്ഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നോക്കി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഏകദേശം നമ്മൾ ചിത്രം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങളും വരച്ച് ഈ ചിത്രത്തോടൊപ്പം പൂർത്തിയാക്കിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ ഷെയ്ഡ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് ഇങ്ങനെ കൃത്യതയോടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു സ്ഥലവും പ്രത്യേകിച്ചില്ല. വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാവുന്നൊരു ചിത്രമാണിത്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൽ ചെയ്തിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ ഇഫക്റ്റ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഭംഗിയാക്കാവുന്നതാണ്. റിഫ്ലക്ഷൻസ് ഓക്കെ. അപ്പോൾ ഏതാണ്ട് നമ്മളുടെ ഈ ഒരു ചിത്രം പൂർത്തിയാക്കിയേക്കുവാണ്. നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ കുറച്ചും കൂടി ഡെപ്ത് കൊണ്ടുവരാനായിട്ട് നമുക്കിതുപോലെ ലാൻഡ്സ്കേപ്പുകൾ കോപ്പി ചെയ്യാം, ഇമിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ചിത്രങ്ങളെ നമുക്ക് നോക്കി സ്റ്റഡി ചെയ്യാം. അതിനേക്കാൾ ഉപരി എപ്പോഴും പറയുന്ന പോലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുക, ചെടികൾ നോക്കുക, മരങ്ങൾ നോക്കുക, ഇലകളൊക്കെ എടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുക. അങ്ങനെ നമുക്കിത് ഇപ്പോൾ നമ്മൾ ചെയ്തത് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഇമ്പ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ്. കുറച്ച് ലൈറ്റും ഷെയ്ഡൊക്കെ വെച്ചിട്ട് ഇതിനകത്തൊരു ഡീറ്റെയിൽസും ഇല്ല. അപ്പോൾ പക്ഷേ നമുക്ക് നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ ചെടികളുടെ ഇടയ്ക്കൊക്കെ നടന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലീഫ് എടുത്ത് അതിൻ്റെ സ്വഭാവത്തെ പഠിക്കുക, അല്ലെങ്കിൽ അത് ഒരു ചെടിയിൽ എങ്ങനെ നിൽക്കുന്നത്, ഉണങ്ങിയ ചെടിയുടെ ഉണങ്ങിയ ഇലയുടെയും ഉണങ്ങാത്ത ഇലയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ കുറച്ചും കൂടെ നമ്മൾ നേരിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഈ വർക്കിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഔട്ട്ഡോറിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പെൻസിൽ ഡ്രോയിങ്ങിലൂടെ കണ്ടുമുട്ടാം. താങ്ക് യു.